പെന്തക്കോസ്ത് ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ളൊരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് പെന്തക്കോസ്ത് ദിനം. 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നതിന്റെ ഓർമ്മ. തന്റെ ഉയർപ്പിന് ശേഷം ഈശോ ശിഷ്യന്മാരോട് ഇപ്രകാരം അരുളി ചെയ്തു: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം പത്രോസ് തന്റെ പ്രസംഗത്തിൽ ജോയേൽ പ്രവാചകന്റെ പ്രവചനത്തിന്റെ പൂർത്തീകരണമായി ഇപ്രകാരം പറയുന്നു: അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. പഴയ നിയമത്തിലെ എസേക്കിൽ പ്രവാചകന്റെ പുസ്തകത്തിലെ 37-ാം അധ്യായത്തിൽ അസ്ഥികളുടെ താഴ്വരയെക്കുറിച്ച് വിവരിക്കുന്നു. അവിടെ വെച്ച് വരണ്ട അസ്ഥികളോട് പ്രവചിക്കുവാനായി കർത്താവ് എസേക്കിൽ പ്രവാചകനോട് കൽപ്പിക്കുന്നു. അവൻ പ്രവചിച്ചപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു. വേർപെട്ടു പോയ അസ്ഥികൾ ജീവൻ പ്രാപിച്ച് വളരെ വലിയ ഒരു സൈന്യം പോലെ എഴുന്നേറ്റ് നിന്നു. തുടർന്ന് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തു: എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. കർത്താവായ ഞാനാണിത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങൾ അറിയും. പുതിയ ഇസ്രായേലായ നാമും പലപ്പോഴും വരണ്ട അസ്ഥികൾ പോലെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ആകയാൽ ജീവൻ പ്രാപിക്കേണ്ടതിന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ നാം സ്വീകരിക്കണം. ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപായി നമുക്ക് നൽകിയ സഹായകനാണ് പരിശുദ്ധാത്മാവ്. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ വേണ്ടി മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ പറയുന്നു. പഴയ നിയമത്തിന്റെ ആരംഭമായ ഉൽപ്പത്തി മുതൽ പുതിയ നിയമത്തിന്റെ അവസാനമായ വെളിപാട് വരെ അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവിക പദ്ധതിയിലൂടെ അവിടുത്തെ ഹിതം നിറവേറ്റുവാനും തന്നിൽ വിശ്വസിക്കുന്നവരെ സഹായിക്കുവാനും ക്രമീകരിക്കുവാനും ശക്തിപ്പെടുത്തുവാനുമായി ആദ്യകാലം മുതലേ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന കർത്താവിന്റെ പരിശുദ്ധാത്മാവ്, യുഗാന്തം വരെ നമ്മോട് കൂടെ ആയിരുന്ന് നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ്, ആ ആത്മാവിനെ ഇന്ന് സ്വീകരിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്, ആ ആത്മാവ് ഇന്ന് നമ്മിൽ വന്ന് വസിക്കട്ടെ. ആമേൻ.